ഹലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ നമുക്ക് തുടർച്ചയായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ട് അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ എന്തായാലും കൊണ്ടുപോകും അല്ലേ. കൊണ്ടുപോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് അവരൊരു വലിയ രോഗിയാണെന്നും ഇനി കണ്ടിന്യൂസ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് വേണമെന്നും ഇനി എന്താണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് വേണമെന്നും. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും തകർന്നു പോകും. നമ്മൾ തീർച്ചയായിട്ടും ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. പിന്നെ ചിലപ്പോൾ നമുക്ക് വലിയ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തും ത്യജിച്ച് അത് ട്രീറ്റ് ചെയ്യും. അതിനോട് മാനസികമായിട്ട് നമ്മൾ പൊരുത്തപ്പെടും, നമ്മൾ സ്ട്രഗിൾ ചെയ്യും അല്ലേ. പക്ഷേ ആരെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് അവർ എത്തിച്ചേർന്നു എന്ന് ആരും തന്നെ ചിന്തിക്കാറില്ല. ഇവൻ ഒരു പക്ഷേ ചിന്തിച്ചാൽ പോലും നമ്മൾ അതിലിട്ട് അധികം ബോധേഡാവാൻ പോവില്ല. ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്താണോ, ഇനി അങ്ങോട്ട് എന്താണോ അത് മറികടക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലേ. കാര്യം എന്തുകൊണ്ട് വന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോയിട്ട് കാര്യമില്ല, പോവില്ല. പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാതെ ഇരിക്കുക എന്നുള്ളത്. അത് എന്തുകൊണ്ട് എത്തി എന്നുള്ളതാണ്. അപ്പോൾ എത്തിപ്പെടാതിരിക്കാൻ ഇപ്പോൾ ഈ ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം തന്നെ വയറുവേദന വന്ന ഒരാൾ ഹോസ്പിറ്റലിൽ പോയി. കറക്റ്റ് 3 ദിവസത്തെ വയറുവേദന എന്തുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ എന്തായാലും നല്ല കഠിനമായ വയറുവേദന വന്നു. ഹോസ്പിറ്റലിൽ പോയി പെയിൻ കില്ലർ, ഗ്യാസ്ട്രൈറ്റിസ്, സ്വാഭാവികമായിട്ട് വയറുവേദന മാറാനുള്ള ഗുളികയൊക്കെ കഴിച്ചു. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് ഈ 3 ദിവസം കഴിയുമ്പോൾ വരണം, അപ്പോൾ വന്ന് നമുക്ക് നോക്കാം. പിന്നെ മാറിയില്ലെങ്കിൽ നമുക്ക് ബാക്കി കൂടുതൽ ട്രീറ്റ്മെൻറ്റ് നോക്കാം. സ്വാഭാവികമായിട്ട് ആ ഒരു പേഷ്യൻറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 3 ദിവസം കഴിഞ്ഞു, ചെറിയൊരു ആശ്വാസം കിട്ടി. പക്ഷെ പിന്നെയും അത് വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഈ 3 ദിവസത്തേക്ക് എന്ത് മരുന്നാണോ കൊടുത്തത് ആ മരുന്ന് തന്നെ കണ്ടിന്യൂസ് പിന്നെയും വാങ്ങി. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്, റിപ്പീറ്റഡ്. അതായത് നിങ്ങൾക്കൊരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ അത് നോർമലി ഉള്ളൊരു ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ വേറെ എന്ത് തന്നെ ആവട്ടെ, പെയിൻ, ഇപ്പോൾ ഈവൻ തലവേദന അല്ലെങ്കിൽ ശരീരം വേദന, ചെവി വേദന, കണ്ണ്, പല്ല്, എന്ത് തന്നെയാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ചെറുത് ഡോക്ടറെ കാണിക്കും. ഒരു 3, 4, 5 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ്, അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് മരുന്ന് മേടിക്കും. കഴിച്ചു, മാറിയില്ല, വീണ്ടും റിപ്പീറ്റ്. നിങ്ങൾ ഒരു കാരണവശാലും സ്വന്തമായി ഇങ്ങനെ മെഡിക്കേഷൻ എടുത്ത് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ ഇങ്ങനെ കൊണ്ടുപോകരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് വലിയൊരു രോഗത്തിന് നമ്മൾ ഉത്തരവാദികളാവുന്നത്. അവിടെ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യില്ല, അപ്പോൾ അത് വേറെന്തോ പ്രശ്നമാണ്, അത് പരിഹരിക്കാനാണ്. അപ്പോൾ അത് തുടക്കത്തിലേ ഉള്ള പ്രശ്നമാണ് നിങ്ങളെ ഏറ്റവും എൻഡിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. നമ്മുടെ ശരീര അവയവങ്ങൾ 95% കേടാവുന്നവരെയും അവർ വർക്കിംഗ് കണ്ടീഷനായിരിക്കും. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. അവർ ചെറിയ ചെറിയ സൂചനകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്യും. അവസാനം നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ മനസ്സിലാക്കുക.